നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അധ്യാപകരുടെ പരിശീലനത്തിന് വേണ്ടി ഞാൻ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യായിരുന്നു. യാത്ര ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ എൻ്റെ മുന്നിൽ ഇരുന്നിരുന്ന രണ്ട് പേരെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു മകനും ഒരു അമ്മയുമാണ് എൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്തിരുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. മകൻ ഏതാണ്ട് എൻ്റെ പ്രായം വരും, അമ്മയ്ക്ക് ഏതാണ്ട് ഒരു 70 വയസ്സോളം പ്രായം. ഇപ്പോൾ രണ്ടുപേരും കോഴിക്കോട്ടേക്കാണ്. ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. ഞാൻ പോകുന്നത് കുറ്റിപ്പുറത്ത് കണ്ണൂരിലേക്കാണ്. ഈ യാത്രയിൽ ഞങ്ങളിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചു, എന്താണ് കോഴിക്കോട് പോകുന്നത്, എന്തിനാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. മകൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അമ്മയുടെ സ്കൂളിൽ പഴയ സഹപാഠികളുടെ ഒരു റീയൂണിയൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അമ്മയ്ക്കൊന്ന് പങ്കെടുക്കണമെന്നും ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു 70 വയസ്സോളമുണ്ട്. ഈ 70 വയസ്സുള്ള അമ്മ സ്കൂളിലെ റീയൂണിയന് പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മകനെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഭാഗ്യം ചെയ്ത അമ്മയാണ് നിങ്ങൾ. കാരണം 70 വയസ്സായിട്ടും അമ്മയെ സ്കൂളിൽ പഠിച്ച സഹപാഠികളെ കാണാൻ, വളരെ കുറച്ച് സഹപാഠികളേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് എവിടെയെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ഞങ്ങളൊരു 8 പേര് ഞങ്ങൾ ഇന്ന് കോഴിക്കോട് സ്കൂളിൽ ഒത്തുചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷൊർണൂരിൽ നിന്ന് അമ്മ കോഴിക്കോട്ടേക്ക് നല്ല ഹാപ്പി ആയിട്ടാണ്, മുത്തശ്ശി, അമ്മ എന്ന് പറയാൻ വയ്യ, മുത്തശ്ശി നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മളൊക്കെ കോളേജിലെ റീയൂണിയൻ, സ്കൂളിലെ റീയൂണിയൻ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അത്ര വലിയൊരു പുതുമയായിട്ടൊന്നും തോന്നില്ല. ആദ്യമൊക്കെ നമുക്കൊരു വലിയ പുതുമയായിരുന്നു. പക്ഷെ അത് നമ്മൾ 1-2 ദിവസത്തെ ഒരു കാര്യം കഴിഞ്ഞ പിന്നെ നമ്മളത് മറന്നു. പക്ഷേ ഈ പ്രായം ചെന്ന ആളുകൾക്ക് അവർ പഠിച്ചിരുന്ന കാലത്ത്, അതല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തോ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്തോ പഠിച്ചിരുന്ന സഹപാഠികളെ 70 വയസ്സിലും 80 വയസ്സിലും ഒക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ അവരൊന്നും ആവശ്യപ്പെടുന്നുണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരും അമ്മമാരും ഒന്നും ആവശ്യപ്പെടില്ല, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോകണമെന്നൊന്നും ആവശ്യപ്പെടില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ രസമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഈ മകൻ അമ്മയെ കോഴിക്കോട്ടേക്ക് റീയൂണിയന് വേണ്ടി കൊണ്ടുപോയതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരോടും നമുക്കൊന്ന് ചോദിക്കാം, ഒന്ന് പോയാലോ, നമുക്ക് സഹപാഠികളെയൊക്കെ ഒന്ന് കണ്ടാലോ. ഇവർക്ക് ഇന്ന് എല്ലാ സൗകര്യമുണ്ട്. ഇന്ന് വീഡിയോ കോളിലൂടെ ഇവർക്ക് കാണാൻ പറ്റും. ഓരോരുത്തരുടെയും നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ അവരുടെ കൂടെ പഠിച്ച ആളുകളെ നമുക്ക് അവരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. വീഡിയോ കോളിലൂടെ സംസാരിക്കാനും ഫോൺ ചെയ്ത് സംസാരിക്കാനും. ഇവർ ചിലപ്പോൾ സംസാരിക്കുന്നത് പേരക്കുട്ടികളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ അസുഖത്തെക്കുറിച്ച്, പഴയ കാലത്തെ അനുഭവങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അതവർക്ക് ഭയങ്കര ഊർജ്ജം കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇവരിപ്പോൾ ചെയ്യുന്നത് മിക്ക വീടുകളിലും ഇവർ തനിച്ചായിരിക്കും. കുട്ടികളും മക്കളൊക്കെ, പേരക്കുട്ടികളൊക്കെ ജോലിയും പഠനമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തനിച്ചായിരിക്കും. അപ്പോൾ പല വീടുകളിലും കാണുന്നത് എന്താണ്, ഇവർ സീരിയൽ മാത്രം കണ്ടാണ് പല അമ്മമാരും വീട്ടിൽ ദിവസങ്ങൾ, മുത്തശ്ശിമാരും ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ മുത്തശ്ശിമാർ സീരിയൽ കണ്ട് ആ സീരിയലിലെ കഥാപാത്രങ്ങളെ ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സീരിയലിലെ കഥാപാത്രങ്ങളുമായിട്ട് ഇവർ സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സീരിയൽ TV കണ്ടുകൊണ്ട് TV യിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് നല്ലവനാണ്, നല്ലവളല്ല, ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ അവർ പറയുന്നത്. അവർക്ക് വേറെ ആരും സംസാരിക്കാനില്ല. അപ്പോൾ ഈ സീരിയൽ കാണുന്നതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുകയും അതിനു പകരം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ അവരുടെ പഴയ ചങ്ങാതിമാരെയും അവരുടെ പഴയ കൂട്ടുകാരെയും അവരുടെ പഴയ സഹപാഠികളെയൊക്കെ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ നാഥന്മാരായിട്ടുള്ള ആളുകൾ ആരാണോ അവരത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയസ്സുകാലത്ത് അവർക്കതൊരു നല്ല അനുഭവമായിരിക്കും. അവരേതാണ്ട് ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ല കുറേ ഓർമ്മകൾ അവർക്ക് സമ്മാനിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പഴയ അവരുടെ ചങ്ങാതിമാരും സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പരസ്പരം ആശങ്കകളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതവർക്ക് ഭയങ്കര എനർജി ഉണ്ടാക്കും. മുതിർന്ന ആളുകളെ, വീട്ടിലുള്ള മുതിർന്ന ആളുകളെ ഇത്തരത്തിൽ പരിഗണിക്കുന്ന മക്കളാണ് ശരിയായ മക്കൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കണ്ട ചേട്ടനോട് ഒരു ബിഗ് സല്യൂട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്. ചേട്ടൻ്റെ നമ്പർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചേട്ടൻ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. വളരെയധികം സന്തോഷം. ഞങ്ങളെപ്പോലുള്ള മക്കൾക്ക് നല്ലൊരു മാതൃകയാണ് ആ ചേട്ടൻ കാണിച്ചു തന്നത്. താങ്ക് യു സോ മച്ച്.